ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുള്ള ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഫെബ്രുവരി 11 കൊടിയേറും. ബ്രഹ്മശ്രീ പുലിയന്നൂർ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരിക്കും കൊടിയേറ്റ് കർമ്മം നടക്കുക. ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് ചമ്മനാട് സ്കൂൾ മാനേജർ KD രവീന്ദ്രനാഥ് കർത്ത സ്വിച്ച് ഓൺ ചെയ്യുമെന്ന് ഭാരവാഹികൾ. 2024 ഫെബ്രുവരി 11 ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുള്ള ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറുന്നത്. ഫെബ്രുവരി 16 ഭരണി മഹോത്സവം, ഫെബ്രുവരി 19 വലിയ വിളക്ക്, 20 ആറാട്ട് മഹോത്സവം, 25 പൂരം, ഗരുഡൻ തൂക്കം, പൊങ്കാല എന്ന ക്രമത്തിൽ ഉത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടിയേറ്റ് നടത്തുന്നത് പുലിയന്നൂർ തന്ത്രിമാരിൽപ്പെട്ട പുലിയന്നൂർ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. കൊടിയേറ്റിന് പിറ്റേ ദിവസം ഉത്സവബലി ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട കലാപരിപാടികളിൽ തിരുവാതിരകളി, ഭരതനാട്യം, ഫെബ്രുവരി 15 വ്യാഴാഴ്ച നടത്തുന്ന മേജർ സെറ്റ് കഥകളി, ദക്ഷയാഗമാണ് ഇത്തവണത്തെ കഥ. അവതരണം കലാമണ്ഡലം ശ്രീകുമാറാൻ പാട്ടിയാണ്. ഭരണി മഹോത്സവ ദിനത്തിൽ ഓട്ടംതുള്ളലുണ്ട്. കലാമണ്ഡലം പുരുഷോത്തമൻ കർത്താൻ പാർട്ടി അവതരിപ്പിക്കുകയാണ്. അന്നേ ദിവസത്തെ ചെണ്ടമേളത്തിൻ്റെ പ്രമാണം തിരുവല്ല രാധാകൃഷ്ണനാണ്. ഫെബ്രുവരി 17 ശനിയാഴ്ച കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ആറാട്ട് മഹോത്സവ ദിനമായിട്ടുള്ള ഫെബ്രുവരി 20 ചൊവ്വാഴ്ച രാവിലെ കൂട്ടവെടിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. രാവിലെ 8 മണിക്ക് കൂട്ടവെടി. പിന്നീടുള്ള കാഴ്ച ശ്രീബലിക്ക് ചെണ്ടമേള പ്രമാണം ചെയ്യുന്നത് ചൊവ്വല്ലൂർ മോഹനാണ്. നാഗസ്വര കലാനിധി മരുത്തോർവട്ടം ബാബുവും വടവാതൂർ അജയകൃഷ്ണനുമുണ്ട്. സ്പെഷ്യൽ തവിൽ ചേർത്തല SP ഹരികുമാർ, സേലം വേണുഗോപാൽ എന്നിവരാണ്. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് ആറാട്ട് പുറപ്പാടിനായിട്ട് പോകുന്ന ചമ്മനാട് ഭഗവതി ചമ്മനാട് ദേവസ്വത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ചമ്മനാട് പുതിയ കോവിൽ ശാസ്താ ക്ഷേത്രത്തിലാണ് ആറാട്ട് നടത്തുന്നത്. കൊടിയേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ചമ്മനാട് ദേവസ്വത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് ചമ്മനാട് സ്കൂൾ മാനേജർ ശ്രീ TD രവീന്ദ്രനാഥ കർത്താവാണ്. ആ വെബ്സൈറ്റ് സമർപ്പിച്ചിട്ടുള്ളത് ഉപദേശക സമിതി അംഗം കൂടിയായിട്ടുള്ള NS ബാലകൃഷ്ണ കർത്തയാണ് വെബ്സൈറ്റ് സമർപ്പിക്കുന്നത്. ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് വളരെ കാലാതീതമായ പൗരാണിക പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ വേരുകൾ തേടി പോവുകയാണെങ്കിൽ അത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഒരു അംശമായിട്ടാണ് കരുതപ്പെട്ടിരിക്കുന്നത്. പെരുവനം സതീശന്മാരാരും സംഘവും ഒരുക്കുന്ന പാണ്ടിമേളം, മരുത്തോർവട്ടം ബാബുവിന്റെ മേൽനോട്ടത്തിൽ നാദസ്വരം, പ്രവീൺ അയ്യറിന്റെ വയലിൻ ഫ്യൂഷൻ തുടങ്ങിയവ സവിശേഷ പരിപാടികളാണ്. പത്രസമ്മേളനത്തിൽ ദേവസ്വം മാനേജർ അഡ്വക്കേറ്റ് R മുരളീകൃഷ്ണൻ, ക്ഷേത്ര ഉപദേശ സമിതി അംഗം NS ബാലകൃഷ്ണ കർത്ത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അരൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.